ഹായ് 2025 അവസാനിക്കാൻ പോകുന്നു. 2025 ഒരുപാട് മലയാള സിനിമകൾ റിലീസായി. അതിൽ പല സിനിമകളും വലിയ വിജയമായി മാറി, പലതും പരാജയപ്പെട്ടു. 2024 ഒരുപാട് 100 കോടി ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ 2025 അങ്ങനെയല്ല, അത് 200 കോടി ചിത്രങ്ങളായി മാറി എന്നുള്ളതാണ്. അതായത് ആ സിനിമകളല്ല, 2025 ഇറങ്ങിയ പല സിനിമകളും 200 കോടിക്ക് മുകളിൽ കളക്ഷനായി നേടിയെടുത്തു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പല സിനിമകളും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കുറച്ച് സിനിമകൾ ക്രിസ്തുമസിന് റിലീസ് ചെയ്യാനുമുണ്ട്. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് 2025 ഇതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത 10 സിനിമകളെ കുറിച്ചാണ്. അതായത് ആ സിനിമകൾ എത്രത്തോളം കളക്ഷൻ നേടിയെടുത്തു, അതിന്റെ സ്ഥാനം എത്രയാണ് എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. ലൈക്ക്, ഷെയർ, കമന്റ്സ് മറക്കരുത്. 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത 10ാമത്തെ സിനിമ അത് എക്കോ എന്നുള്ള സിനിമയാണ്. താരതമ്യേന പുതുമുഖങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിച്ചത്. ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഇതുവരെ നേടിയെടുത്തത് 45 കോടിയാണ്. തീർച്ചയായും മികച്ചൊരു സിനിമയായിരുന്നു, വമ്പൻ കളക്ഷൻ നേടേണ്ടതായിരുന്നു. പക്ഷെ സിനിമയ്ക്ക് 45 കോടി കളക്ഷനെ നേടാൻ സാധിച്ചുള്ളൂ. അതിനേക്കാളും കൂടുതൽ കളക്ഷൻ അർഹിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയായിരുന്നു. സിനിമ സാമ്പത്തികമായി വലിയ വിജയമായെങ്കിലും സിനിമയുടെ കളക്ഷൻ 45 കോടിയിൽ ഒതുങ്ങി എന്നുള്ളത് സ്വല്പം നിരാശ ഉണ്ടാക്കുന്നുണ്ട്. എക്കോ എന്ന സിനിമയാണ് 10ാം സ്ഥാനത്ത്. 9ാം സ്ഥാനത്ത് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കും മികച്ച അഭിപ്രായമാണ് വന്നത്. ചാക്കോച്ചനാണ് നായകൻ. ഈ സിനിമ 54 കോടി 25 ലക്ഷമാണ് ഇതുവരെ നേടിയെടുത്തത്. സിനിമ വലിയ വിജയമാണ്. 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കുകയും ചെയ്തു. 8ാമത്തെ സിനിമ അത് രേഖാചിത്രം എന്ന ആസിഫ് അലി സിനിമയാണ്. ഈ സിനിമ 57 കോടി 30 ലക്ഷമാണ് തിയേറ്ററുകളിൽ നേടിയെടുത്തത്. അതായത് ഈ സിനിമയും മികച്ച സിനിമയായിരുന്നു, വലിയ വിജയം നേടിയ സിനിമ തന്നെയാണ്. 7ാം സ്ഥാനത്ത് ഇപ്പോൾ തിയേറ്ററുകളിൽ മികച്ച വിജയമായി ഓടിക്കൊണ്ടിരിക്കുന്ന കളങ്കാവൽ എന്ന സിനിമയാണ്. സിനിമയ്ക്ക് ഇനിയും ഒരുപാട് കളക്ഷൻ വരും എന്നുള്ളത് തന്നെയാണ്. ഇതുവരെ സിനിമ 63 കോടിയാണ് കളക്ഷനായി നേടിയെടുത്തത്. ഇപ്പോൾ 7ാം സ്ഥാനത്താണ് മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന സിനിമ. മികച്ച അഭിപ്രായമാണ് സിനിമയ്ക്ക് വന്നത്. ഇനിയും ഒരുപാട് ദിവസങ്ങൾ സിനിമ തിയേറ്ററുകളിലോടും, വമ്പൻ കളക്ഷൻ നേടും. ഒരുപക്ഷെ ടോപ്പ് 10ൽ 4ാം സ്ഥാനം വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ആ രീതിയിലാണ് സിനിമയുടെ കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമ 7ാം സ്ഥാനത്താണ്. മമ്മൂട്ടിയുടെ വില്ലൻ വേഷം തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത. സിനിമയുടെ കളക്ഷൻ ഇതുവരെ 63 കോടി, ഇപ്പോൾ 7ാം സ്ഥാനത്ത്. ഇനി 6ാം സ്ഥാനത്ത് അവിടെ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയാണ്. 69 കോടിയാണ് സിനിമ ഇതുവരെ കളക്ഷനായി നേടിയെടുത്തത്. തീർച്ചയായും നല്ലൊരു കളക്ഷനാണ്. നസ്ലിൻ നായകനായ ഈ സിനിമ വലിയ വിജയമാണ് ആ സമയത്ത് നേടിയെടുത്തത്. ആലപ്പുഴ ജിംഖാനയോടൊപ്പം ആ സമയത്ത് മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമയും അതുപോലെ മറ്റു പല സിനിമകളും ഉണ്ടായിരുന്നു. അവയെല്ലാം തകർത്തുകൊണ്ട് ആലപ്പുഴ ജിംഖാന ആ സമയത്ത് വലിയ വിജയമായി മാറിയിരുന്നു. ആലപ്പുഴ ജിംഖാനയുടെ കളക്ഷൻ 69 കോടി, ഇപ്പോൾ 6ാം സ്ഥാനത്ത്. 5ാം സ്ഥാനത്ത് ഹൃദയപൂർവ്വം എന്ന സിനിമയാണ്. മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം. ഈ സിനിമ 76 കോടിയാണ് കളക്ഷനായി നേടിയെടുത്തത്. തീർച്ചയായും വലിയൊരു കളക്ഷനാണ്. ലാലേട്ടന്റെ ഒരു കൊച്ചു സിനിമ ലോക എന്ന സിനിമയ്ക്കൊപ്പം ഇറങ്ങിയിട്ട് പോലും ഹൃദയപൂർവ്വം എന്ന സിനിമ 76 കോടി കളക്ഷൻ നേടി എന്ന് പറയുമ്പോൾ തീർച്ചയായും വലിയൊരു കാര്യം തന്നെയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ലാലേട്ടൻ തന്നെയാണ്. 4ാം സ്ഥാനത്ത് പ്രണവ് മോഹൻലാലിന്റെ DS ഇറേ. ഇതൊരു A സർട്ടിഫിക്കറ്റ് സിനിമയാണ്, ഹൊറർ സിനിമയാണ്. തിയേറ്ററുകളിൽ വലിയ വിജയമാണ് സിനിമ നേടിയത്. 82 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷനായി നേടിയെടുത്തു എന്നുള്ളത് തന്നെയാണ്. അതായത് വലിയ വിജയമാണ് പ്രണവ് മോഹൻലാൽ നേടിയെടുത്തത്. DS ഇറേ എന്ന സിനിമ 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. സിനിമയുടെ കളക്ഷൻ 82 കോടി. 3ാം സ്ഥാനത്ത് ലാലേട്ടന്റെ തന്നെ തുടരും എന്ന സിനിമയാണ്. മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഇതുവരെ നേടിയെടുത്തത് 234 കോടിയാണ്. അതായത് 200 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ. കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം സിനിമ 100 കോടിക്ക് മുകളിൽ കളക്ഷനായി നേടിയെടുത്തു. അതായത് ആദ്യമായി ഒരു മലയാള സിനിമ കേരളത്തിൽ നിന്ന് 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കുന്നത് തുടരും എന്ന സിനിമയാണ്. സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് വന്നത്. വലിയ വിജയമാണ് സിനിമ നേടിയത്. സിനിമയുടെ കളക്ഷൻ 234 കോടി. ഇനി 2ാം സ്ഥാനത്ത് എമ്പുരാൻ എന്ന മോഹൻലാൽ ചിത്രമാണ്. ഈ കൂട്ടത്തിൽ പോസിറ്റീവ് വരാത്ത ഏക ചിത്രവും എമ്പുരാൻ എന്ന സിനിമയാണ്. അതായത് മിക്സഡ് റെസ്പോൺസ് ആണ്. മിക്സഡ് റെസ്പോൺസ് എന്ന് പറയാൻ പറ്റില്ല, നെഗറ്റീവ് റെസ്പോൺസ് തന്നെയാണ് വന്നിരുന്നത്. എന്നിട്ട് പോലും സിനിമ വലിയ കളക്ഷനിലേക്ക് പോയി. 267 കോടിയാണ് എമ്പുരാൻ എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയെടുത്തത്. ഈ സിനിമ ആദ്യ ദിവസം തന്നെ 68 കോടിയോളം കളക്ഷൻ നേടിയെടുത്തു എന്നുള്ളതാണ്. സിനിമയ്ക്ക് ഒരുപക്ഷെ മികച്ച റെസ്പോൺസ് കിട്ടിയിരുന്നു എങ്കിൽ സിനിമ 500 കോടിക്ക് മുകളിലും കളക്ഷൻ നേടിയേനെ. സിനിമയ്ക്ക് മോശം അഭിപ്രായമായതുകൊണ്ടാണ് ഈ കളക്ഷനിൽ സിനിമ ഒതുങ്ങിപ്പോയത്. സിനിമയുടെ കളക്ഷൻ 267 കോടി. വലിയ വിജയമാണ് എമ്പുരാൻ എന്ന സിനിമ നേടിയെടുത്തത്. 1ാം സ്ഥാനത്ത് ലോക എന്ന കല്യാണി പ്രിയദർശൻ ചിത്രമാണ്. ദുൽഖർ സൽമാൻ നിർമ്മിച്ച ഈ സിനിമ വലിയ കളക്ഷനാണ് നേടിയെടുത്തത്. എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയ ഈ സിനിമ
302 കോടിയോളം കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തു. സിനിമ വലിയ വിജയമാണ് ഉണ്ടാക്കിയത്, പ്രൊഡ്യൂസർക്ക് വലിയ ലാഭവും നേടിക്കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ലിസ്റ്റ്. 1-ാം സ്ഥാനം ലോക, 2-ാം സ്ഥാനം എമ്പുരാൻ, 3-ാം സ്ഥാനം തുടരും, 4-ാം സ്ഥാനം DSRA, 5-ാം സ്ഥാനം ഹൃദയപൂർവ്വം, 6-ാം സ്ഥാനം ആലപ്പുഴ ജിംഖാന, 7-ാം സ്ഥാനം കളങ്കാവൽ, 8-ാം സ്ഥാനം രേഖാചിത്രം, 9-ാം സ്ഥാനം ഓഫീസർ ഓൺ ഡ്യൂട്ടി, 10-ാം സ്ഥാനം എക്കോ. ഇതിൽ കളങ്കാവൽ എന്ന സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ തീർച്ചയായും 4-ാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.